Hello friends. അപ്പോൾ ഇന്ന് നമ്മൾ പൈത്തണിൽ പൈത്തൺ വെബ് ഫ്രെയിംവർക്ക് ആയ ഫ്ലാസ്ക് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ flask.parrotsprojects.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പൈത്തണിൽ ഫ്ലാസ്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ലൈബ്രറീസും മോഡ്യൂൾസും ഒക്കെ നമുക്ക് വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഫ്ലാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പൈത്തൺ ഓൾറെഡി അറിയാം. പിന്നെ HTML ആൻഡ് CSS അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിന് അറിയേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളൊരു വെബ് ആപ്ലിക്കേഷനാണ് ഫ്ലാസ്ക് വെച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പൈത്തൺ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മളൊരു പൈത്തൺ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഡ്രൈവിൽ പൈത്തൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ക്രിയേറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ITS എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കും. ആ ഫോൾഡർ നേരെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് ഈ ഒരു ഫോൾഡറിൽ അതിന് ശേഷം നമ്മൾ ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അത് വെർച്വൽ ENV എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു എൻവയോൺമെന്റ് ഇത് കൊടുക്കും. ENVY നമ്മൾ കൊടുക്കും. നമ്മൾ ആ ഫോൾഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ വെർച്വൽ എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, ഇതിൽ ഉള്ള ടെർമിനലിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എൻവയോൺമെന്റ് വേരിയബിൾ നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻവയോൺമെന്റ് വേരിയബിളിന്റെ പേര് അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞത് റൺ ചെയ്യാം. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്കിത് എറർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഈ റൈറ്റ് കോർണർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കമാൻഡ് പ്രോംപ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിൻഡോസിലുള്ള കമാൻഡ് പ്രോംപ്റ്റിൽ വർക്ക് ചെയ്യുന്ന അതിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഫോൾഡർ കൊടുത്തു, അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് ആക്ടിവേറ്റ് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് വേരിയബിൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് അകത്താണ് നമ്മൾ ഫ്ലാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിപ്പ് ഇൻസ്റ്റാൾ ഫ്ലാസ്ക് എന്ന് കൊടുക്കുക. നമ്മളെ ഫ്ലാസ്ക് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഫ്ലാസ്കിൻ്റെ വേർഷൻ അറിയണമെങ്കിൽ നമ്മൾ ഫ്ലാസ്ക് ഐഫൺ വേർഷൻ കൊടുക്കും. പൈത്തൺ വേർഷൻ ഫ്ലാസ്ക് 3.00. അതിനുശേഷം നമുക്ക് എങ്ങനെ ഫ്ലാസ്കിൽ ഒരു ഫസ്റ്റ് വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ app.py എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് app.py എന്ന് കൊടുക്കും. പ്രൊജക്റ്റ് ഫോൾഡറിന്റെ അണ്ടറിൽ നമ്മൾ app.py എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ റൺ കൊടുക്കാം. ഇതോടെ പൈത്തൺ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സൈറ്റ് അഡ്രസ് /home അല്ലെങ്കിൽ അബൌട്ട് കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ ഇത് വർക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ app.py നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം ഫ്ലാസ്ക് ഇമ്പോർട്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ക്ലാസ്. അതിനുശേഷം നമ്മൾ ഫ്ലാസ്കിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒബ്ജക്റ്റ് ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ആപ്പ് =flask___
നെയിം അണ്ടർസ്കോർ അണ്ടർസ്കോർ എന്ന് കൊടുക്കാം. അപ്പോൾ അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർഗ്യുമെൻ്റ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലാഷ് അടിക്കുമ്പോൾ നമ്മളെ ഹോം പേജിലേക്കും സ്ലാഷ് അബൌട്ട് എന്ന് അടിക്കുമ്പോൾ നമ്മളെ അബൌട്ട് പേജിലേക്കും നമുക്കിപ്പോൾ സ്ലാഷ് ഒന്നും അടിക്കാതെ നമുക്ക് ഹോം പേജിലേക്ക് എങ്ങനെ പോകാൻ നോക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ലിങ്ക് കൊടുക്കുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഹോം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്താണോ നമുക്ക് കൊടുക്കേണ്ടത് വെച്ചാൽ നമുക്ക് കൊടുക്കാം. അതായത് വെബ് പേജ് ആവാം, അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതോ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂസ് ആണെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ റൗട്ട് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ @app നമ്മൾ ഏതിലേക്കാണോ പോകേണ്ടത് വെച്ചാൽ അത് ഇവിടെ കൊടുക്കാം. റൂട്ട് നമ്മുടെ സിംഗിൾ കോഡ്സിൽ നമ്മൾ സ്ലാഷ് കൊടുക്കും. ഈ സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് എബൌട്ട് കൊടുത്താൽ എബൌട്ടിലേക്ക് പോകണം. അങ്ങനെ ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് df home എന്ന് പറഞ്ഞ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ റിട്ടേൺ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് എന്ത് ചെയ്യാം, ഡീബഗ് ചെയ്യാം. ആപ്പ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ if _ നെയിം _ ഈക്വൽ ടു സിംഗിൾ കോഡ്സിൽ _ മെയിൻ _ എന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് app.run കൊടുക്കാം. ഇതിന് ശേഷം നമ്മളിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ വാണിംഗ് കാണിക്കുന്നുണ്ട്, സെർവർ മോഡാണ്. അപ്പോൾ ഇതിന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ Ctrl+C കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ലിങ്ക്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മളൊരു ബ്രൗസറിൽ കൊണ്ടായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നമ്മളെ ആപ്പ് വർക്ക് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി, ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു ഫ്രഷ് ചെയ്താൽ നമുക്ക് ഈ മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഓരോ ചേഞ്ചസ് വരുത്തുമ്പോഴും ഇതേമാതിരി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡീബഗ് ചെയ്യണം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡീബഗ് ചെയ്യുകയാണെങ്കിൽ ഈ app.runന്റെ അകത്ത് ഡീബഗ് ഈക്വൽ ടു ട്രൂ ആക്കി കൊടുക്കാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാം. സേവ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ സ്ലാഷ് കൊടുത്താൽ നമ്മൾ എന്താ വർക്ക് ചെയ്യേണ്ടത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഹോം പേജ് അല്ലെങ്കിൽ ഹോം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് അബൌട്ട് എങ്ങനെ കൊടുക്കാം, കോണ്ടാക്ട് എങ്ങനെ കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.